മാന്യ പ്രേക്ഷകർക്ക് ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ചെണ്ടുമല്ലി അഥവാ ബന്ദി എന്ന് പറയുന്ന ഈ ചെടി വളരെയധികം പ്രത്യേകതകളുള്ള കർഷകൻ്റെ മിത്രമായ ഒരു ചെടിയാണ് ഈ ബന്ദി അഥവാ ചെണ്ടുമല്ലി. ഇത് നമുക്ക് ചട്ടിയിൽ നട്ടു വളർത്താൻ സാധിക്കും. പൂന്തോട്ടം അലങ്കരിക്കാൻ, അതുപോലെ തന്നെ നമ്മുടെ പച്ചക്കറികൾ സംരക്ഷിക്കാനും ഒക്കെ വളരെ വിലപിടിപ്പുള്ള, വളരെയധികം കഴിവുള്ള ഒരു സസ്യമാണ് ഈ ചെണ്ടുമല്ലി അഥവാ ബന്ദി. അപ്പം ഇതെങ്ങനെയാണ് ചട്ടിയിൽ നല്ല രീതിയിൽ നട്ടുപിടിപ്പിച്ച് ഉയരമില്ലാതെ വളരെ ചെറിയ രീതിയിൽ സംരക്ഷിച്ച് മനോഹരമായ പൂക്കൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെന്നാണ് നമ്മുടെ പ്രേക്ഷകരുമായിട്ട് നമ്മൾ പങ്കുവെക്കുന്നത്. അതുപോലെ ഇപ്പോഴെല്ലാവർക്കും അറിയാം, വിവിധ വലിപ്പത്തിലും നിറങ്ങളിലുമുള്ള ഈ ബന്ദിയുടെ വിത്തുകൾ നമുക്ക് ലഭ്യമാണ്. അപ്പോൾ ഹൈബ്രിഡ് വിത്തുകളാണ് വ്യാവസായികമായി ഇത് കൃഷി ചെയ്യണമെങ്കിൽ നമ്മൾ എടുക്കേണ്ടത്. ഹൈബ്രിഡ് വിത്തുകൾ നിന്നുണ്ടാകുന്ന ഈ ബന്ദി തൈകളിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന പുഷ്പങ്ങൾക്ക് തൂക്കം കൂടുതലുണ്ട്, വലിപ്പം കൂടുതലുണ്ട്. കാരണം ഇത് നമുക്ക് വിൽപ്പനയ്ക്ക് തൂക്കിയാണ് എടുക്കുന്നത്. 1 കിലോ ബന്ദിപ്പൂവ് അങ്ങനെയൊക്കെ തൂക്കിയാണ് എടുക്കുന്നത്. അപ്പോൾ ഇത് സാധാരണ നമ്മുടെ നാടൻ ഇനത്തിൽപ്പെട്ട ഒരു ബന്ദിപ്പൂവാണ്, ബന്ദിച്ചെടിയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ വളരെ ഉയരത്തിൽ വളരും, അതുപോലെ തന്നെ ധാരാളം പൂക്കളുണ്ടാവും. അതുപോലെ തന്നെ ഈ മുമ്പേ ഞാൻ പറഞ്ഞ ശത്രുകീടങ്ങളെ തുരത്തി ഓടിക്കാനുള്ള, മിത്രകീടങ്ങളെ ആകർഷിക്കാനുള്ള കഴിവുണ്ട്. അങ്ങനെയൊക്കെയുള്ള സംഗതിയുണ്ട്. തന്നെയല്ല, ഇത് കൃഷിയിടങ്ങളിലൂടെ വെച്ച് പിടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഓണക്കാലത്ത് പൂക്കൾ വിറ്റ് പൈസ ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട ബന്ദി തൈകൾ ഇപ്പോൾ വെക്കാമെങ്കിൽ തീർച്ചയായിട്ടും ഓണത്തിനേക്ക് അതിന് നല്ലൊരു വരുമാനം ഉണ്ടാക്കും. ഓണത്തിൻ്റെ ബന്ദിപ്പൂക്കൾക്ക് നല്ല ഡിമാൻഡാണ്. അപ്പോൾ ഈ ബന്ദി നമുക്ക് പ്രയോജനപ്പെടുന്നു വെച്ചാൽ പുഷ്പങ്ങൾ വിറ്റ് കാശ് മേടിക്കുന്ന മാത്രമല്ല, പച്ചക്കറികളുടെ ഇടയിൽ ഈ ബന്ദി തൈകൾ പലരും വെച്ച് പിടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ കീടങ്ങളെ ചെറുക്കണം. കീടങ്ങൾ എന്ന് വെച്ചാൽ ശത്രു കീടങ്ങളും മിത്ര കീടങ്ങളും ഉണ്ട്. ശത്രു കീടങ്ങൾ എന്ന് വെച്ചാൽ നമ്മൾ നടന്ന പച്ചക്കറികളുടെ ഇലകളൊക്കെ ഇലകളുടെയൊക്കെ ചാറ് ഊറ്റി കുടിച്ച് ആ സസ്യങ്ങൾ നശിപ്പിക്കുന്ന കീടങ്ങൾ. മിത്രകീടങ്ങൾ എന്ന് വെച്ചാൽ ഈ നമ്മുടെ പച്ചക്കറികളിലൊക്കെ വന്ന് പച്ചക്കറികളെ നശിപ്പിക്കുന്ന കീടങ്ങളെ തിന്ന് ജീവിക്കുന്ന കീടങ്ങൾ, അതാണ് മിത്രകീടങ്ങൾ. അപ്പോൾ മിത്രകീടങ്ങളെ ആകർഷിച്ച് ശത്രുകീടങ്ങളെ നശിപ്പിക്കാൻ കഴിയുന്ന ഒരു സസ്യമാണ് ഈ ബന്ദി അഥവാ ചെണ്ടുമല്ലി എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം ഒരു കർഷകൻ്റെ മിത്രമാണ് ഈ ചെണ്ടുമല്ലി. അപ്പോൾ ഇത് ചട്ടിയിൽ നമുക്ക് വെച്ച് പിടിപ്പിക്കാം. ചട്ടിയിൽ വെച്ച് പിടിക്കുന്നതിനെ അത് കുറ്റിയായിട്ട് അല്ലെങ്കിൽ ബുഷായിട്ട് നമുക്ക് വളർത്താൻ സാധിക്കും. അതിന് ചെയ്യേണ്ട രീതികളും കാര്യങ്ങളും ഒക്കെ പിന്നീട് പറയാം. അപ്പോൾ ചട്ടിയിൽ എങ്ങനെയാണ് ഇത് നമുക്ക് വെച്ച് പിടിപ്പിക്കുന്നത് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ ഞാൻ എന്നും പറയാറുള്ളതിലൂടെ തന്നെ ഈ നടാനുള്ള ഏത് ചട്ടി എടുത്താലും നമ്മൾ വെള്ളം വാർന്നു പോകത്തക്ക രീതിയിൽ ഇതിന് ദ്വാരം ഇടേണ്ടതാണ്. കമ്പി നമ്മൾ പഴിപ്പിച്ച് വെച്ച് കൊടുത്താൽ ആ ദ്വാരം കിട്ടുകയും അത് വെള്ളം വാർന്നു പോകാൻ ഉള്ള ഒരു സംവിധാനം ആവുകയും ചെയ്യും. പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ നമ്മൾ ഈ കീഴ്ത്തയുണ്ട്, ഈ ദ്വാരത്തിൻ്റെ ഇവിടെ കല്ല് വെച്ച് കൊടുക്കണം. അതായത് മണ്ണിടുന്നുണ്ടെങ്കിൽ അടഞ്ഞു പോകാതിരിക്കാൻ നമ്മൾ കല്ല് വെച്ച് കൊടുത്തു. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വളരെ പെട്ടെന്ന് മണ്ണിൽ അലിഞ്ഞു ചേരുന്ന കുറച്ച് കരിയില എന്ന് പറയുമ്പോൾ ഇത് ചീമപ്ലാവിലെ കടപ്ലാവിലെ കരിയിലയാണ് നമ്മൾ വെച്ച് 3/4 ഭാഗം വെച്ച് കൊടുക്കുകയാണ്. 2 കാര്യങ്ങളാണ് ഇത് വെച്ച് കൊടുക്കുന്ന ഉദ്ദേശം. ഒന്ന്, ഇത് അഴുകി മണ്ണിലോട് ചേർന്ന് നല്ലൊരു വളമായി മാറുന്നുണ്ട്. മറ്റൊന്ന്, നമ്മൾ ഈ ചട്ടിയിൽ ഇട്ട് കൊടുക്കുന്ന മണ്ണ് കട്ടിയാവാതിരിക്കാൻ വളരെ അധികം പ്രയോജനപ്പെടുന്ന ഒരു രീതിയോടാണ് ഈ ഇല ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ പിഴുതുകൊണ്ട് വന്ന ഈ ചെണ്ടുമല്ലി ചെടി ഈ ചട്ടിയിലോട്ട് നമ്മൾ ഇറക്കി വെക്കുകയാണ്. ചട്ടിയിൽ ഇറക്കി വെച്ചിട്ട് അരിച്ച മേൽമണ്ണ് എന്ന് പറഞ്ഞാൽ ഞാൻ എന്നും പറയാറുണ്ട്, നമ്മുടെ പറമ്പിലെ ഏറ്റവും മുകൾ ഭാഗത്ത് സസ്യങ്ങളുടെ ഇലകൾ വീണ് ലയിച്ച മണ്ണിനെയാണ് നമ്മൾ മേൽമണ്ണെന്ന് പറയുന്നത്. ആ മേൽമണ്ണ് മാത്രമേ നമ്മൾ ഈ ചട്ടികളിലും ഗ്രോ ബാഗിലും നമ്മൾ ഇടാവൂ. ഇല്ലെങ്കിൽ ആ സസ്യത്തിൻ്റെ വളർച്ച മന്ദഗതിയിലാവുകയും ഉദ്ദേശിച്ച ഫലം കിട്ടാതാവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ പലരും പറയുന്നുണ്ട് ചട്ടിയിലും ഗ്രോ ബാഗിലും ചാക്കിലും ഒക്കെ നടുന്ന കൃഷികൾ ശരിയാവുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇതാണ്. പിന്നെ മറ്റൊരു കാര്യമുള്ളത്, ഈ വളം കൂടിപ്പോകരുത്. നമ്മൾ ഇട്ട് കൊടുക്കുന്ന വളം അമിതമായി കഴിഞ്ഞാൽ അസിഡിറ്റി, അതായത് ഈ പുളിപ്പ്, വളം അമിതമാവുന്നതും പുളിപ്പിന് കാരണമാവും.
അപ്പം വേരുകൾ ദുർബലമാവുകയും വളം വലിച്ചെടുക്കാൻ സാധിക്കാതെ വരികയും ചെയ്യും. അതുകൊണ്ട് തന്നെ മിതമായ രീതിയിൽ നമ്മൾ ഗ്രോ ബാഗിലും ചാക്കിലും ഒക്കെ കൃഷി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പിന്നെ എന്ത് നട്ടാലും നമ്മൾ വളമിട്ട് കൊടുക്കാവും. പിന്നെ മറ്റൊരു സംഗതി, ഇപ്പോൾ നമ്മൾ ഇതിനിടാൻ പോകുന്നത് വെച്ചാൽ ആദ്യം നമ്മൾ എല്ലുപൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. എല്ലുപൊടി എല്ലാ സസ്യങ്ങൾക്കും ഞാൻ ശുപാർശ ചെയ്യുന്നതാണ്. എല്ലുപൊടി കുറച്ച് എല്ലുപൊടി മാത്രം നമ്മൾ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ പൂ വരുന്ന ഘട്ടത്തിലാണ് നമ്മൾ കുറച്ച് വളം ഇട്ട് കൊടുക്കേണ്ടത്, അല്ലാതെ കുറച്ചിട്ട് കൊടുത്താൽ മതി. പിന്നെ ബന്ദിക്ക് നമുക്ക് ഇടാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട വളമാണ് വെണ്ണീർ അഥവാ ചാമ്പൽ. ചാമ്പൽ രണ്ട് രീതിയിലിടാം. ഇതിങ്ങനെ വേണമെങ്കിൽ ഇപ്പോൾ ഇടാം. അതിനുശേഷം നമുക്ക് ഇത് വെള്ളത്തിൽ ലയിപ്പിച്ച്, പ്രത്യേകിച്ചും കഞ്ഞിവെള്ളം, പുളിച്ച കഞ്ഞിവെള്ളത്തിൽ ഈ ചാമ്പൽ ഇട്ടിരുന്ന് തലേ ദിവസം ഇട്ടേക്കണം. പിറ്റേ ദിവസം നല്ല കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നേർപ്പിച്ച് ഇതിൻ്റെ ഇലകളിലും തണ്ടിലും പിന്നെ ചുവട്ടിലുമൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത് ഏറ്റവും ഫലപ്രദമായ ഒരു വളമാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ചാമ്പലും കൂടെ ഇതിൻ്റെ വട്ടം ഒന്ന് വിതറി കൊടുക്കുകയാണ്. ചാമ്പൽ ബന്ദിക്ക് ഏറ്റവും നല്ലൊരു വളമാണ്. ചാമ്പൽ നമ്മൾ വിതറി കൊടുത്തു. പിന്നെ നമ്മൾ വീണ്ടും ചെയ്യുന്നത് അല്പം കൂടെ മണ്ണ് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. അല്പം കൂടെ മണ്ണ് നമ്മൾ ഇട്ട് കൊടുത്തു. വീണ്ടും നമ്മൾ ഈ ഇല ഇങ്ങനെ കുറച്ച് വെച്ച് കൊടുക്കുകയാണ്. കാരണം ഇലയുടെ കാര്യം ഞാൻ പറഞ്ഞു, നമ്മൾ ഇതിനകത്തിട്ട മണ്ണ് കട്ടിയാവാതിരിക്കാൻ. മണ്ണ് കട്ടിയായി കഴിഞ്ഞാൽ വേരോട്ടം സുഗമല്ല. അതിനാണ് നമ്മൾ ഇല ഇട്ട് കൊടുക്കുന്നത്. ഈ ചെടിയൊക്കെ കുറച്ച് ഹ്രസ്വകാല ചെടിയാണ്. 6 മാസം വരെയൊക്കെ നിൽക്കത്തുള്ളൂ. അത് കഴിയുന്നൊന്നേ ഇത് പോവും. നമുക്ക് പിന്നീട് ഇതിൻ്റെ അടുത്ത തൈയാണ് നമ്മൾ നടേണ്ടത്. പിന്നെ മറ്റൊരു കാര്യമുള്ളത്, ഈ ഹൈബ്രിഡ് തൈകളൊക്കെ മേടിച്ച് നടുന്ന കക്ഷികൾ ആലോചിക്കേണ്ടത്, ആ ഹൈബ്രിഡ് ബന്ദിയുടെ പൂക്കളിൽ നിന്നും ഉണ്ടാകുന്ന വിത്തുകൾ അത് ഹൈബ്രിഡ് ആയിരിക്കത്തില്ല. അപ്പം 1ാം തലമുറയിൽപ്പെട്ട ആ സസ്യങ്ങൾ മാത്രമേ ഉള്ളൂ ഹൈബ്രിഡ് ആയിരിക്കുന്നത്. അപ്പം 2ാം തലമുറയാവുന്നുണ്ടേ ആ പൂക്കളുടെ വലിപ്പം കുറയും. അതുപോലെ തന്നെ കളറിന് നേരത്തെ ഉണ്ടായിരുന്ന അത്രയും ആ ഒരു എടുപ്പ് കാണത്തില്ല. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് ഹൈബ്രിഡ് കൃഷി ചെയ്യുമ്പോൾ വീണ്ടും ആ കടകളിൽ നിന്ന് തന്നെ വാങ്ങിച്ച് ഹൈബ്രിഡ് കൃഷി ചെയ്യുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. എന്നാൽ പച്ചക്കറികളുടെ ഇടയിലൊക്കെ നമുക്ക് നടാനാണെങ്കിൽ നാടൻ എന്ന് തന്നെ മതി. അതിൻ്റെ വിത്തുകൾ വിതറി കൊടുത്താൽ മതി. അത് കിളിച്ച് നമ്മുടെ പച്ചക്കറി സംരക്ഷണത്തിൻ്റെ കാര്യങ്ങൾ അത് ഏറ്റെടുത്തുള്ളൂ. അപ്പോൾ ഇത് ചെയ്ത് ഇനി നമുക്ക് വേണമെങ്കിൽ ഈ ഹൈബ്രിഡിൻ്റെ പുതിയ തൈകൾ വാങ്ങിക്കാൻ പറ്റത്തില്ലെങ്കിൽ നമുക്കിതിൻ്റെ ശിഖരങ്ങൾ മുറിച്ച് നടാൻ പറ്റും. ശിഖരങ്ങൾ മുറിച്ച് നട്ടാൽ ശരിക്കും പിടിച്ച് കിട്ടും. അപ്പോൾ ഇത് നമ്മൾ പിന്നെ ശിഖരങ്ങൾ മുറിച്ച് കളയുന്ന കൂട്ടത്തിൽ ആ ശിഖരങ്ങൾ എടുത്ത് നട്ടാൽ മതി. അത് പിന്നെ പിടിച്ച് കിട്ടും. അപ്പോൾ ഇത് നാടൻ ഇനങ്ങളൊക്കെയാണെന്ന് ഒരുപാട് ഉയരത്തിൽ പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ ശിഖരങ്ങൾ മുറിച്ചാൽ മതി. അത് ഞാൻ അടുത്ത ഒരു വീഡിയോയിൽ നമ്മുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കാം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇത്തരത്തിലുള്ള നല്ല അറിവുകൾ, അതായത് നമുക്കും മറ്റുള്ളവർക്കും പ്രയോജനപ്രദമായ അറിവുകൾ ശേഖരിക്കാനും ആ അറിവുകൾ മറ്റുള്ളവർ എത്തിക്കാനും അതുമൊക്കെ നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ ഞങ്ങളുടെ ഈ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ, ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ എല്ലാവിധ പ്രവർത്തനങ്ങൾക്കും വേണ്ട പ്രോത്സാഹനങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ പ്രേക്ഷകർക്കും കൃത്യമായ നന്ദി ഒരിക്കൽ കൂടി അറിയിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.